കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു മുടി കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും കഴിക്കുമോ അതോ എഴുന്നേറ്റ് പോകുമോ? ഇന്ന് ഭക്ഷണം കഴിക്കാനെത്തിയത് കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിലാണ്. ഒരു ബീഫ് ബിരിയാണി കഴിക്കണം, അതാണ് ലക്ഷ്യം. വന്ന ഉടനെ തന്നെ പ്ലേറ്റ് വെച്ചു. പ്ലേറ്റിന് ചൂടില്ല, ചൂടുള്ള പ്ലേറ്റ് ഇഷ്ടമാണ്. അതുപോലെ തൈരും അച്ചാറും ചമ്മന്തിയും എല്ലാം കൂടെ വെച്ചു. കൂടെ ബിരിയാണി വന്നിരിക്കുന്നു. ഈ ബിരിയാണി പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റി കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു പുരുഷൻ്റേതെന്ന് തോന്നിക്കുന്ന ഒരു മുടിയുള്ള ഭക്ഷണം വീട്ടിൽ നിന്നൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. സപ്ലയർ വിളിച്ചോ കാര്യം പറഞ്ഞു. ബിരിയാണി മാറ്റിത്തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും അകത്തു പോയി മറ്റൊരു ബിരിയാണിയായി വന്നു. പക്ഷേ പിന്നെ കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് തോന്നിയില്ല, മാനസികമായ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ അതിനേക്കാൾ വിഷമിപ്പിച്ചത് മറ്റൊരു കാര്യമാണ്. ബില്ല് തരാൻ അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തെ പിന്നെ അവിടെയൊന്നും കണ്ടില്ല. നമ്മൾ എന്തെങ്കിലും പറയുമെന്ന് കരുതിയിട്ടാവാം അവിടെ നിന്ന് മാറി നിന്നു എന്നെനിക്ക് തോന്നി. ഇത് വളരെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടത് അത് സപ്ലൈ ചെയ്ത ആളുകളും മറ്റുമാണ്. ഈ ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന എല്ലാം കൊള്ളാം. കുറ്റിച്ചിറ ബിരിയാണി സെൻ്ററിലെ ഒരനുഭവം.